അതെ, ഇന്ന് നമുക്ക് ബീച്ചിലേക്ക് പോയാലോ? ഇന്ന് പെരിയമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ പോണത്. ഞാൻ ഓണത്തിന് വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞാനും അമ്മയും രേഷ്മയും പിള്ളേരും കൂടിയിട്ടാണ് പോണത്. പോണ വഴിക്ക് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പോണ വഴിക്ക് അവിടെ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ ഓട്ടോക്കാരെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി. അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കടലിൻ്റെ അടുത്തായിട്ട്. അങ്ങോട്ട് പോയവർക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ അവിടെ ഓണത്തിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വണ്ടികളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. രാമച്ചത്തിൻ്റെ പാടാണിത്, പോണ വഴിക്കുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കടപ്പുറത്തേക്ക് എത്തി. കടപ്പുറത്തേക്ക് എത്ര വന്നാലും മതിയാവാറില്ല. മിക്കപ്പോഴും വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. വീട്ടിലിരുന്നിട്ട് കുറേ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഇനി എന്താ ചെയ്യുക, എങ്ങോട്ടാ പോകുക എന്നൊക്കെ ആലോചിച്ച അവസാനം എത്തിപ്പെടുന്നത് എന്നും കടപ്പുറത്ത് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്താറ്. പിള്ളേർക്ക് ഇവിടെ വന്നാൽ ഇഷ്ടം പോലെ കളിക്കുകയും ചെയ്യുക, നമുക്ക് അവിടെ ഒരു ഭാഗത്തിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളിതാ വന്നിട്ട് പിള്ളേർക്ക് ഇതൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ നടന്നു വരണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വെള്ളത്തിൽ കളി തന്നെ ഫുള്ള്. എത്ര വെള്ളത്തിൽ കളിച്ചാലും മതിയാവില്ല. വീട്ടിൽ നിന്ന് വരുമ്പോൾ നനയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരിക. പക്ഷേ എങ്ങനെ നനയില്ല എന്ന് വിചാരിച്ചാലും പോകാൻ പറ്റും. പകുതിയിലാറ് നനച്ചിട്ടാണ് ഇവിടുന്ന് പോകാറ്. പിള്ളേരായാലും നമ്മളായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ രണ്ടാളുടെയും ഷോ കാണിക്കലായിരുന്നു കുറച്ച് നേരം. അതെല്ലാം പ്രാവശ്യം പോയാലുണ്ടാവണം തന്നെയാണ്. അപ്പോൾ പതിവ് പോലെ ഒന്നും ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറച്ച് നേരം പിള്ളേരെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചു. ഞങ്ങൾ വെള്ളത്തിലിറങ്ങണതും നടക്കണതൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ പിള്ളേർ സന്ധ്യയായി തുടങ്ങി. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നിന്നതാണെങ്കിലും അതും കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് 7 മണിയൊക്കെ ആവാൻ നേരത്താണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. എല്ലാവരും അങ്ങനെ തന്നെ വന്നവരൊക്കെ. പിന്നെ കുറേ ആൾക്കാർ അവിടെ ഉള്ള കാരണം കൊണ്ട് അത്ര പ്രശ്നമൊന്നും തോന്നിയില്ല. ആർക്കും പോകാൻ ഇഷ്ടമില്ല തോന്നുന്നു. എല്ലാവരും അവിടെ തന്നെ നിൽക്കുക തന്നെയായിരുന്നു. അങ്ങനെ പിടിച്ച് വലിച്ചിട്ടാണ് പിള്ളേരനായിട്ട് ഇവിടുന്ന് പോകാൻ ഒരുങ്ങിയിരുന്നത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തുടങ്ങിയതാണ് ഈ ചേട്ടന്മാർ അവിടെ വല ഇടാൻ വേണ്ടിയിട്ട്. അവർ കുറേ ബുദ്ധിമുട്ടിയിട്ട് 2 ചെറിയ ബോട്ടിലായിട്ട് ഇങ്ങനെ പോയിട്ട് വല ഇടുന്നത് ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ അതിട്ടിട്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് ആണ് അവർ വന്നിട്ട് ഈ വല വലിച്ച് കയറ്റിയത്. അപ്പോൾ കയറ്റുമ്പോൾ ഞങ്ങളൊക്കെ പോയി നോക്കി. പക്ഷെ ആകെ കുറച്ച് മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എത്ര നേരം ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഇത്രയും ബുദ്ധിമുട്ടിയിട്ടല്ലേ മീനൊക്കെ പിടിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ. കാരണം അത്രയും സമയം ഞങ്ങൾ ചെന്ന് ഇത്തിരി കഴിയുമ്പോൾ തൊട്ടിട്ട് അത്രയും ഞങ്ങൾ വരുന്ന വരെ ഇത് തന്നെയായിരുന്നു അവർക്ക്. എന്നിട്ട് വലിച്ചു കൂട്ടിയപ്പോൾ ആകെ കിട്ടിയ മീൻ ഒത്തിരി കൂന്തൾ, മുള്ളൻ, പിന്നെ മാന്തൾ, പിന്നെ എന്തൊക്കെ കുറച്ച് ചെറിയ മീൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീവനുള്ള കൂന്തൾ, മാന്തൾ അങ്ങനത്തെ സാധനത്തിനൊക്കെ കാണുന്നത്. ഇതാകെ ഒത്തിരി മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു കിലോ 1.5 കിലോനൊക്കെ മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് അവർ വീണ്ടും വലയിടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഞങ്ങൾ പോരാൻ നിൽക്കുന്ന സമയത്ത്.
അങ്ങനെ വൈകുന്നേരമായി. ഇനി പോവാ പറഞ്ഞിട്ട് പിള്ളേരനൊക്കെ വലിച്ചു കയറ്റി ഞങ്ങൾ പോയി. പിന്നെ വിളിച്ചിട്ട് ആരും വരാൻ കൂട്ടാക്കുണ്ടായിരുന്നില്ല. ഇരുട്ടായിന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് കയറി പോരുകയുണ്ടായത്. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ആ പരിപാടി നടക്കുന്നിടത്ത് ഇങ്ങനെ ഡാൻസ് കണ്ടപ്പോൾ ഒന്ന് അവിടെ കയറി. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് കാണാൻ ഒത്തിരി നേരം നിന്നോളൂ. ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാട്ടോ. ശിവമയി രുദ്രനും പണ്ട് സംഗമത്താൽ ഉദ്ഭവം കൊണ്ട് വിശ്വരൂപമായി കണ്ട് വിഷ്ണു ഭഗവാൻ സ്തുതിച്ച് കനകരൂപൻ കരുണനാഥൻ കമലനേത്രനാട് പ്രണവരൂപ തിരുസ്വരൂപ പ്രഭയിലണയണ്. കുടിവനവാടികളിൽ ബാലകന്റെ നിലകള് അരമണിയിരം വിക്കിലുങ്ങി പകരണ്. അടിമുടി കുറുവടികളും ഇലകള് കുടിവനവാടികളിൽ ബാലകന്റെ നിലകള് അരമണിയിരം വിക്കിലുങ്ങി പകരണ്. അടിമുടി കുറുവടികളും ഇലകള് സ്വാമി നന്മ വിതറുവൻ പന്തലിലേറുന്നേ. കർമ്മമെല്ലാം കണ്ടു നിറഞ്ഞുടൻ പൂക്കളമാക്കിയുന്നേ. മണ്ണിനിയ മംഗമകനുടെ മന്ത്രമുയരുന്നേ.